ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സർക്കിൾസുമായി ബന്ധപ്പെട്ട ഒരു തിയറം പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ, അല്ലെ? ഒരു സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലെ കോൺ മട്ട കോണാണ് എന്നുള്ള ബേസിൽ നമ്മളൊരു തിയറം പഠിച്ചായിരുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ പറഞ്ഞു സർക്കിൾ ഡയമീറ്ററിനനുസരിച്ച് സർക്കിളിന് ഒരു എക്സ്റ്റേണൽ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആംഗിള് ലെസ് ദാൻ 90 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഇൻസൈഡ് ദ ട്രയാംഗിൾ ആണെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഓൺ ദ സർക്കിൾ ആണെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇതൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പേജ് നമ്പർ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 43 ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നമ്മൾ ചെയ്യുന്ന ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 അവര് പറഞ്ഞിരിക്കുന്ന ഇതാണ്: two circles in the picture cross each other at A and B. The points P and Q are other ends of the diameter through A. രണ്ട് സർക്കിൾസ് നിങ്ങളെ ഫിഗറിനകത്ത് ടെക്സ്റ്റിനകത്തെ സർക്കിൾസ് ഇത് കുറച്ചുകൂടെ ചെറുതാണെന്നുള്ളതേ ഉള്ളൂ. അന്ന് അതിനകത്ത് ഡയമീറ്റേഴ്സോ അല്ലെങ്കിൽ റേഡിയസോ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. രണ്ട് സർക്കിൾസ് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എയിൽ നിന്നും ബിയിൽ നിന്നും രണ്ട് സർക്കിൾസിനും ഓരോ ഡയമീറ്റേഴ്സും വരച്ചിട്ടുണ്ട്. എയിൽ നിന്ന് വരച്ചിരിക്കുന്ന ഡയമീറ്റേഴ്സിന്റെ എൻ പോയിന്റ് ആണ് പി, ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന ഡയമീറ്ററിന്റെ എൻ പോയിന്റ് ആണ് ക്യൂ. ദാറ്റ് ഈസ് എ പി ആൻഡ് എ ക്യൂ ആർ ദ diameters of these two circles. Okay. Then രണ്ട് ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ട് പ്രൂവ് ദാറ്റ് പി ബി ആൻഡ് ക്യൂ ലൈ ഓൺ എ ലൈൻ. പിയും ബിയും ക്യൂവും എന്താണ്? ഒരു ലൈൻസിലെ പോയിന്റിലാണെന്ന് തെളിയിക്കുക. അതായത് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാന്ന് വെച്ചാൽ രണ്ട് പോയിന്റ് കണക്ട് ചെയ്ത് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. പക്ഷേ 3 പോയിന്റ്സ് ആണെങ്കിലോ ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആവാൻ നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആകാതിരിക്കാം. അപ്പം അതുകൊണ്ട് ഈ 3 പോയിന്റ്സിലും അല്ലെങ്കിൽ ഒരേ ലൈനിലെ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം ആണല്ലോ. അല്ലെങ്കിൽ പി ക്യൂ ഞാൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ബിയിലൂടെ പാസ് ചെയ്ത് പോകുമെന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ പി ബി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ക്യൂയിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കണം. അതായത് പി ബി ക്യൂ ഇത് 3ഉം ഒരേ പോയിന്റ് ലൈൻസ് ആണ്. പിന്നെ വെച്ച് കഴിഞ്ഞാല് പ്രൂവ് ദാറ്റ് പി ക്യൂ ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് ദ സർക്കിൾസ് ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. അതായത് ഈ സർക്കിൾസിന്റെ സെന്റേഴ്സ് കണക്ട് ചെയ്യുന്ന ലൈൻ പി ക്യൂന് പാരലൽ ആണെന്ന് തെളിയിക്കണം. ആ ലൈനിന്റെ ട്വൈസ് ആണ് പി ക്യൂ എന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഞാൻ ഇവിടെ സെന്റേഴ്സിനെ ഞാൻ എം എന്നും എൻ എന്നും വിളിക്കുകയാണ്. അത് നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എ പി ആൻഡ് എ ക്യു ആർ ദ ഡയമീറ്റേഴ്സ്, അല്ലെ? എ പി ആൻഡ് എ ക്യു ആർ ദി diameters. A P A Q diameters ആണ്. M and N are the centers of the circle. സർക്കിളിന്റെ സെന്റേഴ്സ് ആണ് എമ്മും എന്നും. ദെൻ നമുക്ക് തെളിയിക്കേണ്ടത് പിയും ബിയും ക്യൂവും ഒരു ലൈനിലെ പോയിന്റ് ആണെന്ന്. ഇപ്പൊ ഞാൻ തൽക്കാലം വരയ്ക്കാൻ പോവാണ്. പക്ഷെ ഒരു ലൈനായിട്ട് വരയ്ക്കല്ല, ഞാൻ രണ്ടായിട്ട് ഇണക്കിയാണ്. ആദ്യം പി ബി ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ ബി ക്യു ജോയിൻ ചെയ്യുന്നു. ചിലപ്പോ നമുക്കത് കാണുമ്പോ ഒരേ ലൈനിലെ പോയിന്റ്സ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ നമുക്കത് അങ്ങനെ തോന്നിയതുകൊണ്ട് പറ്റത്തില്ല, നമുക്കത് പ്രൂവ് ചെയ്യണം. അതിനുശേഷം എ ബിയും കൂടെ കണക്ട് ചെയ്യുന്നു. എ ബിയും കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതായിരുന്നു. അപ്പോ എന്തൊക്കെയാ? ജോയിൻ പി ബി ബി ക്യു ആൻഡ് എ ബി. പി ബിയും ബി ക്യു എ ബിയും കണക്ട് ചെയ്യുന്നു. ഇത്ര അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ആംഗിൾ എ ബി പി ഈക്വൽ ടു 90 ഡിഗ്രി ആണോ? എ ബി പി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. എങ്ങനെ 90 ഡിഗ്രി എന്ന് പറയുന്നത്? സർക്കിള് എ പി ഡയമീറ്ററിനനുസരിച്ച് നിന്നും ആ സർക്കിള് ബിയും എയും രണ്ട് സർക്കിളിലെയും കോമൺ പോയിന്റ്. അപ്പൊ ചെറിയ സർക്കിളിനകത്തെ ഒരു പോയിന്റ് ആണ് ബി. അതിന്റെ ഡയമീറ്ററിൽ നിന്ന് ബിയിലേക്ക് കണക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി. നമ്മൾ പഠിച്ച ആകെ ഒരു തീരം അതാണ്. അപ്പൊ ആംഗിൾ എ ബി പി 90 ഡിഗ്രി. അതേ രീതിയിൽ ആംഗിൾ എ ബി ക്യൂവും എത്രയാ? ആംഗിൾ എ ബി ക്യൂ ഇസ് ഓൾസോ 90 ഡിഗ്രി. റീസൺ ആംഗിൾ ഇൻ എ സെമി സർക്കിളിലെ ആംഗിൾ ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇത് രണ്ടും കിട്ടി. ഞാൻ ഈ രണ്ട് ആംഗിളോട് ആഡ് ചെയ്യാണ്. ആംഗിൾ എ ബി പി
plus angle ABQ equal to 90 degree plus 90 degree equal to 180 degree. ആണോ? ആംഗിൾ എ ബി പിയും ആംഗിൾ എ ബിക്കും കൂടെ ആഡ് ചെയ്തപ്പോ എനിക്ക് എത്ര കിട്ടി? 180 ഡിഗ്രി കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കിയേ, അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസ് ആഡ് ചെയ്തപ്പോ 180 കിട്ടി. നിങ്ങൾ ഇത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, കുറെ വർഷങ്ങൾക്ക് മുൻപ് 7th സ്റ്റാൻഡേർഡില് അല്ലെ, 2-3 വർഷം മുമ്പ് 7th സ്റ്റാൻഡേർഡിൽ ഒരു കാര്യം പഠിച്ചായിരുന്നു. ഒരു ലൈനിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ പെയർ ഓഫ് ആംഗിൾസ്, അതിന്റെ സമ്മ 180 ഡിഗ്രി ആയിരിക്കും. എന്തോ അതിനെ വിളിക്കുന്ന പേര്? ആ ലീനിയർ പെയർ എന്ന് വിളിക്കുമായിരുന്നു. എന്ത് വിളിക്കും? ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസും കൂടെ ചേരുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നതുകൊണ്ട് എന്ത് ഫോം ചെയ്യും? ലീനിയർ പെയർ ഫോം ചെയ്യും. അപ്പൊ എന്തെഴുതും? ആംഗിൾ എ ബി പി ആൻഡ് ആംഗിൾ എ ബി ക്യു ടുഗദർ ഫോം എ ലീനിയർ പെയർ. ഇത് രണ്ടുകൂടെ ലീനിയർ പെയർ ഫോം ചെയ്യും. അങ്ങനെ ലീനിയർ പെയർ ഫോം ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇവിടുത്തെ ഞാൻ പറയാം പി, ഇവിടെ ബി, ഇവിടെ ക്യൂ, ഇത് എ. ഇത് ഇങ്ങനെ ലീനിയർ പെയർ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ പി ബി ക്യൂ എന്ന് പറയുന്നത് ഒരേ പിയും ബിയും ക്യൂ ഒരേ ലൈനിലെ പോയിന്റ്സ് എല്ലാം ആയപ്പെടുത്തുള്ളൂ. അപ്പോ ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒറ്റ ലൈൻ ആയാലും ലീനിയർ പെയർ എന്നുള്ള കാര്യം ലൈനിലെ ഒരു പോയിന്റ് എന്ന് വരയ്ക്കുമ്പോഴാണ് രണ്ട് ആംഗിളോടെ 180 കിട്ടുന്നത്. രണ്ട് അഡ്ജസ്റ്റന്റ് ആംഗിൾസ് 180 ആണെങ്കിൽ അത് എന്തായിരിക്കും? ലീനിയർ പെയർ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore P, B and Q lie on a line. ഈ മൂന്ന് പോയിന്റ്സും ഒരു ലൈനിലെ പോയിന്റ്സ് ആണെന്ന് നമുക്കിവിടെ കിട്ടും. പിടികിട്ടുന്നുണ്ടോ? ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ പ്രൂഫ്. അപ്പം ഫിഗർ ഇത്തിരി വലുതാണെങ്കിലും നമുക്ക് ആ പ്രൂഫ് വളരെ ചെറുതായിരുന്നു, വലിയ ലെങ്തി പ്രൂഫ് ഒന്നുമില്ല. അടുത്തും അതുപോലെ തന്നെ. അടുത്ത പ്രൂഫ് എന്ന് പറയുന്നത് ഈ സെന്റർ ആയിട്ടുള്ള എമ്മും എന്നൂടെ കണക്ട് ചെയ്യുന്നത് പി ക്യൂന് പാരൽ ആണെന്ന് തെളിയിക്കണം. അതേപോലെ പി ക്യൂന്റെ ഈ എമ്മിന്റെ ഇരട്ടിയാണ് പി ക്യൂ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും ഇതിന്റെ പുതിയൊരു പ്രൂഫിന് വേണ്ടി നിൽക്കൊന്നും വേണ്ട. ഇത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു തിയറമാണ്. തിയറം ഇതായിരുന്നു: ഒരു ട്രയാങ്കിൾ, അതിലെ ഏതെങ്കിലും രണ്ട് സൈഡ്സുകളുടെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലും അതിന്റെ പകുതി ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം ഇത് എ ബി സി ആണെന്നിരിക്കട്ടെ, ഇത് എമ്മും എന്നും ആണെങ്കിൽ എം എൻ പാരലൽ ടു ബി സി ആയിരിക്കും. അതേപോലെ എം എൻ ഈക്വൽ ടു ഹാഫ് ബി സി. തിയറം എന്തുവായിരുന്നു പറഞ്ഞിരിക്കുന്നത്? ദ ലൈൻ ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു എ തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ആസ് ലോങ്. ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലും അതിന്റെ പകുതിയുമായിരിക്കും. സെയിം തിയറം ഇവിടെ അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ ആയി. ഒരു കാര്യമില്ല. അപ്പോ ഇവിടെ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഈ സെയിം കണ്ടീഷൻ ആണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ഏതാ? എ പി ക്യൂ എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. ഞാനപ്പോ എം എൻ അങ്ങ് ജോയിൻ ചെയ്യുവാണ്. എം എൻ ജോയിൻ ചെയ്യുവാണ്. അല്ലെ എം എൻ അങ്ങ് കണക്ട് ചെയ്ത് നേരിട്ട് അങ്ങ് വരച്ചു. ഈ എം എൻ പി ക്യൂന് പാരൽ ആണെന്നും ഇതിന്റെ പകുതിയാണെന്നും പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം നമ്മള് നോക്കുകയാണെങ്കിൽ ഏതാ? ഇൻ ട്രയാങ്കിൾ എ പി ക്യൂ, കണ്ടോ? എ പി ക്യൂ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, എ പി ക്യൂ എന്ന് പറഞ്ഞ ട്രയാങ്കിളില് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ പി. എന്തുകൊണ്ടാണ് എം എ പിയുടെ മിഡ് പോയിന്റ് ആയത്? എം എ പിയുടെ മിഡ് പോയിന്റ് കാര്യം എന്താ? എ പി ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആയിട്ടല്ലേ സെന്റർ വരുന്നത്. എം എന്ത് വരുന്നത്? സെന്റർ ആയിരുന്നു. അതേപോലെ എന്നും സെന്റർ ആണ്. അപ്പൊ അടുത്ത ഡയമീറ്റർ എ ക്യൂന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഏതാ? എൻ. ആൻഡ് എൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ക്യൂ. എ പിയുടെ മിഡ് പോയിന്റ് എമ്മും എ ക്യൂന്റെ മിഡ് പോയിന്റ് എന്നും ആണ്. ഇനി നമ്മുടെ കയ്യിൽ ഒരു തിയറം ഉണ്ട്. എന്തുവാ? അപ്പൊ എന്തായാലും ബൈ ദ തിയറമെന്നോ അല്ലെങ്കിൽ വി ഹാവ് എന്ന് എഴുതിയിട്ട് ആ തിയറം അങ്ങ് എഴുതുക. ഏതാ തിയറം? ഇവിടെ ഞാൻ തിയറം തൽക്കാലം എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ഹാവ് എന്ന് എഴുതിയിട്ട് ആ തിയറം അങ്ങ് എഴുതുക. ഏതാ തിയറം? ദ ലൈൻ ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ആസ് ലോങ്. എന്തായിരുന്നു? ദ ലൈൻ ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ആസ് ലോങ്. ഇതല്ലേ പറഞ്ഞത്? അപ്പോ അത് വെച്ചിട്ട് ഞാൻ തിയറം ഇവിടെ എഴുതുക. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എം എൻ
പാരലൽ ടു PQ ആൻഡ് MN ഈക്വൽ ടു ഹാഫ് PQ. പക്ഷെ നമുക്ക് ഹാഫ് PQ എന്നല്ല വേണ്ടത്, നമുക്ക് രണ്ടും PQ ന്റെ ടേംസിലാണ് പറയേണ്ടത്. MN പാരലൽ ടു PQ എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു എഴുതാം എന്താ, PQ പാരലൽ ടു MN ആണ്, PQ MN പാരലൽ ആണ് അല്ലെ. നമുക്ക് PQ PQ ഈസ് പാരലൽ ടു, അപ്പം MN പാരലൽ ടു PQ എന്ന് വെച്ചാൽ തിരിച്ച് PQ പാരലൽ ടു MN എഴുതാം. അതേപോലെ ഇവിടെ എന്താ, MN ഈക്വൽ ടു ഹാഫ് PQ എന്ന് വെച്ച് കഴിഞ്ഞാൽ PQ ഈക്വൽ ടു 2MN എഴുതാം. MN PQ ന്റെ പകുതി ആണെങ്കിൽ തിരിച്ച് PQ MN ന്റെ എന്തായിരിക്കും, ഇരട്ടി, അല്ലെങ്കിൽ ബൈ 2 ഇപ്പുറത്ത് പറയുമ്പോൾ ഇൻറ്റു 2 ആയിരിക്കും. നമുക്ക് രണ്ടും PQ ന്റെ ടേംസിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെ വരുന്നത് നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, ആ PQ എന്ന് പറയുന്നത് MN സെന്റേഴ്സ് ആയിരുന്നേ, അപ്പൊ സെന്റർ ജോയിൻ ചെയ്യുന്ന ലൈനാണ് MN. ആ MN എന്ന് പറയുന്ന PQ ന് പാരലാണ്, ആ MN ന്റെ ഇരട്ടിയാണ് PQ. പിടികിട്ടിയോ? ചോയ്സ് ആണ് അല്ലേ, 2MN. അപ്പോ MN ന്റെ ചോയ്സ് നമുക്ക് PQ കിട്ടി. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് പ്രൂഫും ആയല്ലോ. ഇപ്പൊ എളുപ്പമല്ലായിരുന്നു നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 7th ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. സെവൻത് ക്വസ്റ്റ്യൻ പറയുന്നത്, prove that two circles drawn on two equal sides of an isosceles triangle as diameter pass through the midpoint of the third side. എന്താ പറയുന്നത്, ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന രണ്ട് സർക്കിൾസ് ആ ഐസോസിലസ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് കൂടെ, തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റ് കൂടെ കടന്നു. ഇതാ പ്രൂവ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഓരോരുത്തര് പ്രൂവ് ചെയ്തതിനകത്ത് സർക്കിൾസ് ഒക്കെ വരച്ച് പിന്നെ തിയറം തെളിയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ പ്രൂഫ് എഴുതുന്നുണ്ടു. സർക്കിൾസ് വരയ്ക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, വരയ്ക്കാതെ തന്നെ നമുക്ക് ഇത് ചെയ്തു പോകാം. ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ സർക്കിൾ വരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ഇവിടെ ABC എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതിൽ ABയും ACയും ഈക്വൽ ആണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതിൽ ഈക്വൽ സൈഡ്സ് ആയിട്ടുള്ള AB AC, AB ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുന്നു, AC ഡയമീറ്റർ ആക്കിക്കൊണ്ടും ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ രണ്ട് സർക്കിൾസും BCയുടെ മിഡ് പോയിന്റ് ആയിട്ടുള്ള എമ്മിലൂടെ കടന്നു പോകുന്നു തെളിയിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ M BCയുടെ മിഡ് പോയിന്റ് ആണ്. ഈ രണ്ട് സർക്കിൾസും എമ്മിലൂടെ കടന്നു പോകുന്നു തെളിയിക്കാം. അതിന് നിങ്ങൾ സർക്കിൾസ് ഒക്കെ വരച്ച് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ആ കണ്ടീഷൻ നമ്മുടെ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ആ കൺസെപ്റ്റുകൾ അങ്ങ് എഴുതുകയാണ്. എന്താ, ട്രയാങ്കിൾ ABC ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ABC is an isosceles triangle with AB equal to AC. AB യും AC യും ഈക്വൽ ആണ്. M is the midpoint of BC. BC യുടെ മിഡ് പോയിന്റ് ആണ് M. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? We have to prove that the circles drawn with AB and AC as diameters passing through the point, passing through the midpoint of BC. അവിടെ M നമ്മുടെ മിഡ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. passing through the point M എന്ന് പറയുന്ന പോയിന്റ് കൂടെ കടന്നു പോകുന്ന പ്രൂവ് ചെയ്യണം. M മിഡ് പോയിന്റ് ആണ്, BCയുടെ മിഡ് പോയിന്റ് ആണ് M. അപ്പോ AB ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളും AC ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിളും BCയുടെ മിഡ് പോയിന്റ് ആയിട്ടുള്ള എമ്മിലൂടെ കടന്നു പോകുന്ന നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫിഗറിനകത്ത് AM ഒന്ന് ജോയിൻ ചെയ്യുകയാണ്. AM
ജോയിൻ ചെയ്യും. ഇനി നമുക്കൊരു തിയറം, അതായത് നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ ഈക്വൽ ട്രയാങ്കിൾസ് എന്നൊരു ചാപ്റ്റർ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ചത്. അതില് ഐസോസിലസ് ട്രയാങ്കിൾ ഒരു സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഐസോസിലസ് ട്രയാങ്കിൾ അത് കഴിഞ്ഞുള്ള ഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു തിയറം ഐസോസിലസ് ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് പഠിച്ചായിരുന്നു. എന്തായിരുന്നു, കുറെ തിയറങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ, അല്ലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യും ഒക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെ നമ്മൾ ഒരു തിയറം പഠിച്ചായിരുന്നു. എന്തുവായിരുന്നത്? ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ചേരുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ അതിന് പെർപെൻഡിക്കുലർ ആണ്. എന്തായിരുന്നു? ദ ലൈൻ ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ജോയിനിങ് ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ടു ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സൈഡ്. അപ്പോ വീണ്ടും നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്, ഇതിന് ശേഷം വി ഹാവ് എന്ന് എഴുതി നമ്മുടെ കയ്യിലുള്ള ആ തിയറം അങ്ങ് എഴുതുക. വി ഹാവ് എന്ന് എഴുതിയിട്ട് തിയറം എന്ന് എഴുതി വെക്കുക അല്ല ചെയ്യേണ്ടത്. ആ തിയറം ഇവിടെ എഴുതണം, സ്റ്റേറ്റ് ചെയ്യണം. എന്തുവരുന്ന തിയറം? ദ ലൈൻ ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ജോയിനിങ് ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ലൈൻ എവിടുന്നാ വരയ്ക്കുന്നത്? ഈക്വൽ സൈഡ്സ് ചേരുന്ന വെർട്ടെക്സ് എന്നാ വരയ്ക്കുന്നത്. ടു ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്. The line drawn from the vertex joining equal sides of an isosceles triangle to the midpoint of its opposite side is perpendicular to the side. ആ സൈഡിന് പെർപെൻഡിക്കുലർ. ഇനി അല്ലെ നമുക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് തെളിയിച്ചിട്ട് നമ്മൾ ആ പെർപെൻഡിക്കുലാരിറ്റി ഒക്കെ പ്രൂവ് ചെയ്ത് വരണം. ഓൾറെഡി അത് പഠിച്ചതുകൊണ്ട് ഇവിടെ അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആ തിയറം എഴുതുമ്പോൾ AM പെർപെൻഡിക്കുലർ ടു നമുക്ക് എന്താ കിട്ടും? ദാറ്റ് ഈസ്, അല്ലെങ്കിൽ ഈ തിയറം എഴുതിയിട്ട് അതുകൊണ്ട് therefore എന്തെഴുതും? AM പെർപെൻഡിക്കുലർ ടു BC എന്ന് കിട്ടും. കാര്യം എന്താ? ഈക്വൽ സൈഡ്സ് ചേരുന്ന വെർട്ടെക്സ് A ആണ്, BCയുടെ മിഡ് പോയിന്റ് M. അവിടെ നിന്ന് വരയ്ക്കുന്ന ഈ വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുമ്പോൾ ഇതിനെ എന്ത് ചെയ്യും? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ AM പെർപെൻഡിക്കുലർ ടു BC എന്ന് കിട്ടും. ഓക്കെ ആണോ? AM പെർപെൻഡിക്കുലർ ടു BC. AM BCക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ AMB ഈക്വൽ ടു ആംഗിൾ AMC ഈക്വൽ ടു 90 ഡിഗ്രി. ഇത് പെർപെൻഡിക്കുലർ ആണ്. എവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലയോ? ഏകദേശം പ്രൂഫിന്റെ 3/4 ഭാഗത്തോളം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കുക, വേറെ ഒന്നും നോക്കണ്ട, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ AB ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾ ഇതിലൂടെ കടന്നു പോകും, എമ്മിലൂടെ കടന്നു പോകും. കാര്യം എന്താ? ആംഗിൾ AMB എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രി അല്ലയോ? അങ്ങനെയാണെങ്കിൽ AB ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ ഇത് 90 ഡിഗ്രി വന്നതുകൊണ്ട് ആ സർക്കിൾ ഇതിലൂടെ കടന്നു. നമ്മൾ തിയറം ഈ വർഷം പഠിച്ചതാണ് അല്ലയോ? ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന് വരയ്ക്കുന്ന, അല്ലെങ്കിൽ ഒരു ലൈനിന്റെ എൻഡിൽ നിന്ന്, നമ്മൾ ആ തിയറം എങ്ങനെ പഠിച്ചത്? ഒരു ലൈനിന്റെ എൻഡിൽ നിന്നും ബാക്കി രണ്ട് എൻഡ്സിൽ നിന്നും വരയ്ക്കുന്ന ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ലൈൻ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിള് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു തിയറം പഠിച്ചായിരുന്നു. അപ്പൊ അത് പ്രകാരം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സിൻസ് ആംഗിൾ AMB equal to 90 degree, the circle drawn with the AB as diameter passing through M. അപ്പോ AMB 90 ഡിഗ്രി വന്നതുകൊണ്ട് AB ഡയമീറ്റർ വയ്ക്കുന്ന സർക്കിൾ ഇതിലൂടെ കടന്നു പോകും, M എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകും. ഇതേപോലെ അടുത്ത ആംഗിൾ AMC, സിൻസ് ആംഗിൾ AMC ഈക്വൽ ടു 90 ഡിഗ്രി എന്തെഴുതും? ദ സർക്കിൾസ് ഡ്രോൺ വിത്ത്, ബാക്കി സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെ അങ്ങ് എഴുതുക. എന്തുവാ? ദ സർക്കിൾസ് ഡ്രോൺ വിത്ത് AB എന്നുള്ളത് മാറിയിട്ട് അവിടെ എന്ത് വരും? AC വരും. ദ സർക്കിൾസ് ഡ്രോൺ വിത്ത് AC ആസ് ഡയമീറ്റർ പാസിംഗ് ത്രൂ ദ പോയിന്റ്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് AB ഡയമീറ്റർ വയ്ക്കുന്ന സർക്കിൾ എമ്മിലൂടെ കടന്നു പോകും. അതുപോലെ AMC 90 ഡിഗ്രി വന്നതുകൊണ്ട് AC ഡയമീറ്റർ വയ്ക്കുന്ന സർക്കിളും എമ്മിലൂടെ കടന്നു പോകും. എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്? അത് ആൻസർ ആയി. എന്തെഴുതും? പിന്നെ ആ പ്രൂവ് ദാറ്റ് കളഞ്ഞിട്ട് ഇത്ര എഴുതി കഴിയാം. therefore പ്രൂവ് ദാറ്റ് കളഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങ് എഴുതുക. ദ ടു സർക്കിൾസ് ഡ്രോൺ വിത്ത് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റർ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ് എന്ന് എഴുതി നിർത്തി കഴിഞ്ഞാൽ അതിന്റെ പ്രൂഫ് ഇവിടെ കിട്ടിയോ? അപ്പം ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി വന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് 90 ഡിഗ്രി ആയതുകൊണ്ട് ആ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ വരയ്ക്കുന്ന സർക്കിൾസ് എന്തിലൂടെ M എന്ത് വരുന്നു? ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മിഡ് പോയിന്റ് ഓഫ് BC ആണ്. അപ്പൊ ആ തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകും. 7th ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തു. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇത്തരത്തില് അടുത്ത 8th ക്വസ്റ്റ്യനിലേക്ക് വരാം. അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഫിഗർ
ഇത്തിരി വലിയ ഫിഗർ ഒക്കെ കൊടുത്തേ, നിങ്ങൾ അത് വരച്ച് കുളവാക്കാൻ നിൽക്കേണ്ട അത്രയും ഫിഗറിന്റെ ആവശ്യം നമുക്കില്ല. കാര്യം ആ ഫിഗർ ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ആൻസർ വെച്ചുകൊണ്ടല്ല, നമ്മൾ ആൻസറിൽ നിന്നല്ല നമ്മൾ തുടങ്ങുന്നത്, നമുക്ക് അവസാനം വന്ന് നിർത്തുന്നത് ഈ ആൻസറിലായിരിക്കും. അതിന്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, പ്രൂവ് ദാറ്റ്, 8th ക്വസ്റ്റ്യനിലാണ്, all 4 circles drawn with the sides of a rhombus as diameter passing through a common point. അതായത് ഒരു റോംബസിന്റെ, റോംബസ് എന്ന് പറയുന്നത് സമഭുജ സാമാന്ത്രികം, 4 വശങ്ങളും തുല്യമായ ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലെ, ചതുർഭുജമാണ്. അങ്ങനെയുള്ള റോംബസിന്റെ 4 വശങ്ങളും ആ 4 സൈഡ്സും ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾസ് ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു. അപ്പൊ അങ്ങനെ വരയ്ക്കുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ക്വാഡ്രിലാറ്റർ കാണിക്കുകയാണ്. ഇതിന്റെ സർക്കിൾസ് വരയ്ക്കുന്ന സർക്കിൾ ചിലപ്പം പല രീതിയിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇന്റർസെക്ട് ചെയ്യാതിരിക്കാം. ഇപ്പൊ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടെ ആയിരിക്കണമെന്നില്ല അടുത്തത് കടന്നു പോകുന്നത്. പക്ഷെ റോംബസ് ആണെങ്കിൽ അതെല്ലാം ഇന്റർസെക്ട് ചെയ്യുന്നത് ഒരൊറ്റ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കോമൺ പോയിന്റിൽ കൂടെ കടന്നു പോകും. ഇത് ഈ 4 സർക്കിളിലും കൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു സിംഗിൾ പോയിന്റ് അവിടെ ഉണ്ടായിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് പറഞ്ഞു പോകേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഇതിന് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് റോംബസും വരച്ച് സർക്കിളും എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് അത്രയൊന്നും ഇതായിട്ട് ചെയ്യേണ്ടതൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് റോംബസ് മാത്രം മതി ഈ പ്രൂഫിന്. ഓക്കെ, അപ്പൊ ഞാനൊരു റോംബസ്, നിങ്ങൾ ടെക്സ്റ്റിൽ കാണുന്നതിന്റെ കൂട്ടാൻ ഒരു റോംബസ് അങ്ങ് വരയ്ക്കുകയാണ്. ആദ്യം ഡയഗണൽ വരച്ചിട്ട് വരയ്ക്കാനാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പം. ഓക്കെ, നിങ്ങളെ ശ്രദ്ധിച്ചോളുക. ഇതൊരു റോംബസ് ആണ്. ABCD എന്ന് പറയുന്നത് ഒരു റോംബസ് ആണ്. ഇന്റർസെക്ട് ചെയ്യുന്ന ഡയഗണൽസ് ACBD എന്ന് പറയുന്ന ഡയഗണൽസ് ഇന്റർസെക്ട് അറ്റ് O. അപ്പൊ ഞാനത് അങ്ങ് എഴുതുകയാണ്. ABCD ഈസ് എ റോംബസ്. ദ ഡയഗണൽസ് ഇന്റർസെക്ട് അറ്റ് O എന്ന് പറയുന്ന പോയിന്റില് ഈ ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. AB-യും എന്ത് ചെയ്യുന്നുണ്ട്? ABCD എന്ന് പറയുന്നത് AC അതുപോലെ BD എന്ന് പറയുന്ന ഡയഗണൽസ് എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നു? O എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. റോംബസുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൂഫിലേക്ക് എത്തിച്ചേരാം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. AB, BC, CD, AD ഇതെല്ലാം ഈക്വൽ ആണ്. ഈ ഈക്വൽ സൈഡ്സ്, അതായത് AB, BC, CD, AD ഇവയെല്ലാം ഡയമീറ്റേഴ്സ് ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾ ഒരു കോമൺ പോയിന്റിലൂടെ, അതായത് പോയിന്റ് ഒന്നും കരുതില്ല, ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു. അതെങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്കറിയാവുന്ന ഒരു കണ്ടീഷൻ റോംബസുമായി ബന്ധപ്പെട്ട് എന്താ? റോംബസിന്റെ ഡയഗണൽസ് പരസ്പരം എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ബൈസെക്ടേഴ്സ് മാത്രമല്ല, നമുക്കത് ബൈസെക്ടർ നല്ല ഇമ്പോർട്ടന്റ്, പെർപെൻഡിക്കുലറിനാണ്. അപ്പൊ എന്തെഴുതാം? വി നോ ദാറ്റ് the diagonals of a rhombus are perpendicular bisectors of each other. അതായത് ഈ പറഞ്ഞ ഏതാ റോംബസിന്റെ ABCD എന്ന് പറയുന്ന ഈ റോംബസിന്റെ ഡയഗണൽസ് ആയിട്ടുള്ള AC-യും BD-യും പരസ്പരം എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അതിൽ ബൈസെക്ടേഴ്സ് വിട്ടേക്ക് പെർപെൻഡിക്കുലർ ആണോ? അവിടെ ഉണ്ടാകുന്ന ആംഗിൾസ്, ഇതിന്റെ ഇടയ്ക്ക് ഡയഗണൽസിന്റെ ഇന്റർസെക്ഷൻ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾസ് എത്രയായിരിക്കും? 90 ഡിഗ്രി. therefore നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ BOC ഈക്വൽ ടു ആംഗിൾ COD ഈക്വൽ ടു ആംഗിൾ AOD.
ഈക്വൽ ടു 90 ഡിഗ്രി. കാര്യം എന്താ? therefore എന്ന് എഴുതി, ഇതിന്റെ റീസൺ മുകളിൽ കിടപ്പുണ്ട്. എന്താ? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ബാക്കി നേരത്തെ എഴുതിയത്. ഇത് 90 ഡിഗ്രി വന്നതുകൊണ്ട് എ ബി, ബി സി, സി ഡി, എ ഡി ഇവ ഡയമീറ്റേഴ്സ് ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾസ് ഇതിലൂടെ കടന്നു, ഓയിലൂടെ കടന്നു. വേണമെങ്കിൽ ഓരോന്നോരോന്നും എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? therefore the circles drawn with ഏതൊക്കെയാ? എ ബി, ബി സി, സി ഡി ആൻഡ് എ ഡി as diameters passing through the point O. കാര്യം ഈ ആംഗിൾ 90 ഡിഗ്രി വന്നതുകൊണ്ട് ഒന്നുകൂടെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞേക്കാം, ഇതെല്ലാം 90 ഡിഗ്രിയാണ്. എ ബി എന്ത് ചെയ്യുന്നുണ്ട്? ഡയമീറ്റർ ആയിട്ട് വരയ്ക്കാം. ഈ ആംഗിൾ 90 ഡിഗ്രി വന്നുകൊണ്ട് എ ബി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്നത് ഓയിലൂടെ കടന്നു. ഇത് 90 വന്നതുകൊണ്ട് ബി സി ഡയമീറ്റർ ആയിട്ട് വരച്ചാൽ അത് ഓയിലൂടെ കടന്നു. ഇവിടെ സിഒഡി 90 ഡിഗ്രി വന്നതുകൊണ്ട് സി ഡി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്നത് ഓയിലൂടെ കടന്നു. എഒഡി 90 ഡിഗ്രി വന്നതുകൊണ്ട് എ ഡി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്നത് ഇതിലൂടെ കടന്നു, ഓയിലൂടെ കടന്നു. ദാറ്റ് ഈസ് ദ 4 സർക്കിൾസ് പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ്. ആ കോമൺ പോയിന്റ് ഏതാ? ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. കിട്ടിയോ? ഓക്കെ, ഇതാണ്. അടുത്തതും ഇതേപോലൊരു തിയറമാണ്. പക്ഷെ നിങ്ങൾക്ക് ആ തിയറം ഒരുപക്ഷെ ചിലപ്പോൾ അതിന്റെ കണ്ടീഷൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണത്തില്ല. പക്ഷെ എന്നാലും അങ്ങനെ എഴുതി അങ്ങ് ചെയ്തിരുന്നാൽ മതി. ഇത് പിടികിട്ടില്ല എല്ലാവർക്കും. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ഫിഗർ അതുപോലെ സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതിന് നമുക്ക് അത്രയും വലിയ ഫിഗർ വേണ്ട. നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കിക്കോളാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ കാണുന്നതിന്റെ കൂട്ട് എല്ലാ ക്വാഡ്രിലാറ്ററലും അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള എല്ലാ ക്വാഡ്രിലാറ്ററലും ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ശരിക്കും അങ്ങനെ ആസ് ഇൻ ദ പിക്ചർ എന്ന് ചോദിച്ചില്ലായിരുന്നു, നമുക്ക് ആ ഫിഗറിന്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ ഇപ്പൊ ചെയ്തതിന്റെ കൂട്ട് തന്നെ മതി. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫിഗർ ചൂസ് ചെയ്യാം. പക്ഷെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന്റെ ആവശ്യമില്ല. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ഈ ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ടൊരു പ്രശ്നമാണ്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ. അവർ പറഞ്ഞിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ, അതായത് അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്ന് അറിയാമോ? കൈറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? കൈറ്റ്. ഒരു ക്വാഡ്രിലാറ്ററിന്റെ 2 പെയർസ് ഓഫ് അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൈറ്റ്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു പേര് കൊടുത്തു, എ ബി സി ഡി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? In quadrilateral ABCD, AB equal to AD and BC equal to CD. AB AD ക്ക് ഈക്വൽ ആണ്, BC CD ക്കും ഈക്വൽ ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ 4 സൈഡ്സും ഡയമീറ്റേഴ്സ് ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾസ് ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു പോകുന്നതായിട്ട് ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഡയഗണൽസ് വരച്ചത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇപ്പൊ ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD, AB ഈക്വൽ ടു AD ആൻഡ് BC ഈക്വൽ ടു CD. therefore ഇങ്ങനെ എഴുതാം, ABCD ഈസ് എ കൈറ്റ്. അതെന്താണ്? ഒരു കൈറ്റ് ആണ്. കൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കൈറ്റിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർസ് ആണ്. ബൈസെക്ടേഴ്സ് ഒന്നും പറയുന്നില്ല. ദ ഡയഗണൽസ് ഓഫ് എ കൈറ്റ് ആർ പെർപെൻഡിക്കുലർസ് ടു ഈച്ച് അതർ. അപ്പൊ എന്തെഴുതാം? diagonals
ഓഫ് എ കൈറ്റ്. ഇത് നിങ്ങൾ അധികം പഠിച്ചിട്ടില്ല, തൽക്കാലം ഇതിങ്ങനെ അങ്ങ് എഴുതിയിരുന്നാ മതി. കൈറ്റ് ആർ perpendiculars to each other. കൈറ്റിന്റെ ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലേഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് എല്ലാം എന്താണ്? 90 ഡിഗ്രി ആണ്. ഞാൻ O എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിക്കാം. എന്താ? Here the diagonals intersect at അല്ലെങ്കിൽ ABCD is a kite. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എഴുതി കാണിക്കാം. എന്താ? ഡയഗണൽസ് ഇന്റർസെക്ട് അറ്റ് O എന്നൊന്ന് എഴുതി കാണിച്ചോണം. എന്താ? ഡയഗണൽസ് ഓഫ് എ കൈറ്റ് ആർ പെർപെൻഡിക്കുലർസ് ടു ഈച്ച് അതർ, therefore അതുകൊണ്ട് ഏതാ? നേരത്തെ എഴുതിയിട്ടുണ്ട്. ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ BOC ഈക്വൽ ടു ആംഗിൾ COD ഈക്വൽ ടു ആംഗിൾ AOD ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ എഴുതേണ്ടത് നമ്മുടെ ഫിഗർ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റന്റ് സൈഡ്സ് ഈക്വൽ എന്നുള്ളത് ഞാൻ ഇവിടെ AB AD എന്ന് പറഞ്ഞ അഡ്ജസ്റ്റന്റ് സൈഡ്സും BC CD എന്ന് പറഞ്ഞ അഡ്ജസ്റ്റന്റ് സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതൊരു കൈറ്റ് ആണെന്ന് കണ്ടു. ഇതിന്റെ ഡയഗണൽസ് O എന്ന് പറയുന്ന പോയിന്റ് ഇന്റർസെക്ട് ചെയ്തു. ഡയഗണൽസ് ഓഫ് എ കൈറ്റ് ആർ പെർപെൻഡിക്കുലർസ് ടു ഈച്ച് അതർ. ഡയഗണൽസ് ഒരു കൈറ്റിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർസ് ആണ്. സോ ദീസ് 4 ആംഗിൾസ് ഈക്വൽ ടു 90 ഡിഗ്രി. ബാക്കി എന്താ? അതുകൊണ്ട് വീണ്ടും അതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം? ദ സർക്കിൾസ് drawn with AB, BC, CD and AD as diameters passing through the point O എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്തു പോകും. അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റന്റ് സൈഡ്സ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഏത് കോഡിലാറ്ററൽസിനും ഈ ഫിഗർ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും എന്ന് എഴുതി അവസാനിപ്പിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ന് പറഞ്ഞ ഇത്രയും ചോദ്യങ്ങള് നിങ്ങൾക്ക് പിടികിട്ടിന്ന് വിശ്വസിക്കുന്നു. ഇതിനെ തുടർന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിനെ തുടർന്നുള്ള ആ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.